തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയതോടെ അതിരാവിലെ തന്നെ ആളുകളെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. കോഴിക്കോട് കുന്നമംഗലത്ത് നിന്നുള്ള UDF സ്ഥാനാർത്ഥി ബാബുമോന്റെ പ്രചാരണത്തിലേക്കാണിനി. അതിരാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുകയാണ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് കാലമാണ്, രാവിലെ എണീക്കേണ്ടി വരും, അതുപോലെ തന്നെ ആളുകളെ സംഘടിപ്പിക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാവുക. ഇപ്പോൾ ഞങ്ങളുള്ളത് കോഴിക്കോട് കുന്നമംഗലത്താണ്. കുന്നമംഗലത്തെ 24-ാം വാർഡിലാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി സുബൈർ എന്ന ബാബുമോനാണ് നമ്മളൊപ്പം ഉള്ളത്. അദ്ദേഹവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ രാവിലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങേണ്ടി വരുന്നു അല്ലേ? തീർച്ചയായും രാവിലെ ഒരു സൗകര്യപരമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പ്രചരണത്തിന് ഏറ്റവും നല്ലൊരു സമയം രാവിലെ മുതലാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ 7 മണിയാകുമ്പോൾ തന്നെ പ്രചരണം തുടങ്ങുന്നത്. വീട്ടിലെത്തുമ്പോൾ ആളുകളൊക്കെ എണീറ്റിട്ടുണ്ടാവും. സ്വാഭാവികമായും രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന ആളുകൾ തന്നെയാണ്. എന്നാലും ചില ആളുകൾ മാത്രമാണ് അത്, അവരെ പിന്നീട് ഞങ്ങൾ വന്ന് വീണ്ടും കാണുന്നതാണ്. എത്ര തവണ ഈ വാർഡിലെ പര്യടനമൊക്കെ പൂർത്തിയാക്കി? 1-ാം വട്ട പ്രചരണം കൃത്യമായി പൂർത്തീകരിച്ചു. ആദ്യം തന്നെ ഇലക്ഷനിൽ നമ്മളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഈ നാട്ടിലെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട ആളുകളെയും ബന്ധപ്പെട്ട കുടുംബക്കാരെയൊക്കെ വന്ന് കണ്ട് സംസാരിച്ചു. സ്ഥാനാർത്ഥിയാണ് എന്ന് അറിയിച്ചു. അതിനുശേഷം 1-ാം വട്ടം കൃത്യമായിട്ട് എല്ലാ വീടുകളും കയറി പൂർത്തീകരിച്ചു. 2-ാം വട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് 2-ാം വട്ട പ്രചരണമാണ്. സ്ഥാനാർത്ഥിയുടെ ഒപ്പമുള്ള ആളുകൾ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. അത് രാവിലെ തന്നെ പ്രചരണത്തിന് എത്തേണ്ടി വരുന്നില്ലേ? രാവിലെ തന്നെ എന്ന് പറയുന്നത് കാലാവസ്ഥ അതിശക്തമായ ചൂടാണ്. അപ്പോൾ 11 മണിക്ക് ശേഷം ശക്തമായ ചൂടായതുകൊണ്ട് രാവിലെ തന്നെ വീടുകളിൽ ചെന്നാൽ ആളുകളെ കാണാനും അതുപോലെ തന്നെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ടാണ് രാവിലെ തന്നെ ഇറങ്ങുന്നത്. ക്യാമറാമാൻ ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.